എന്താ ഖന്നാസ് എന്ന് ചെയ്താന്ന് പറയാൻ കാരണം, പേരൊക്കാൻ കാരണം? മിൻ ഷറിൽ വസ്വാസിൽ ഖന്നാസ്. ഖനസ എന്ന് പറഞ്ഞാൽ പിൻവാങ്ങി പോകുക എന്നാണ്, ബേക്കടിക്കുക. അപ്പോൾ ഷെയ്ത്താൻ്റെ പേരിൽ ഖന്നാസ് അധികമായി ബേക്കടിക്കുന്നവെന്നാണ്, അധികമായി എന്നാണ്. ഫഅാലു വസനാകുമ്പം അത് മുബാരകത്തിൻ്റെ സീഗ എന്ന് പറയും. നിങ്ങൾക്ക് നാടന്മാർക്കൊന്ന് ശക്കുണ്ടാക്കലോൻ്റെ പണിയാണ്. പക്ഷേ ഖന്നാസ് എന്ന് പറഞ്ഞ പണി അർത്ഥമാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു അർത്ഥമാണ്. അതിപ്പോൾ നിങ്ങൾ ആരോ മനസ്സിലും ഇല്ല എന്ന് ഞാൻ ഉറപ്പാക്കിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അധികമായി പിന്മാറാൻ കാരണം ഈ ഹൃദയത്തിൽ, അദ്വൈജി പറഞ്ഞൊക്കെ ശരിയാണ്, ഹൃദയത്തിൽ ഇങ്ങനെ മോന്ത ഫിറ്റ് ചെയ്ത് ഇന്ന ശൈത്താന വാദിയും ഖത്തുമ പോലെ കൽബിബിനി ആദം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ മോന്ത ഫിറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നതാണ്. ദുർബോധനങ്ങൾ ഇങ്ങനെ ചെയ്യും, ഓരോ ദുർബോധനങ്ങൾ. ഇതാ ദക്കറല്ല ഖനസ. അതിൻ്റെ ഇടയിൽ അടിമ ദിക്ർ ചൊല്ലിയാൽ ഖനസ പിൻവാങ്ങും. ദിക്കറുള്ളടത്ത് നിൽക്കാൻ കഴിയൂല. ദിക്കറുണ്ടെങ്കിൽ അവിടെ ആർക്കും നിൽക്കാൻ കഴിയൂല. ശൈത്താന് പിൻവാങ്ങിക്കൊണ്ടിരിക്കും. ദിക്കർ ചൊല്ലിയാൽ മതി, പോവും. ഖനസ. വൈദാ ഗഫല, ദിക്കറിനെ തൊട്ട് ഗഫലത്താണെങ്കിൽ ഇൽത്തക്കമ കൽബഹോ, ആ കൽബ് അവൻ നീമ്പി കുടിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ആ ഹൃദയം അവൻ്റെ ആധിപത്യത്തിലായിരിക്കും. ഓം പിടിച്ചോടത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ട്. ദിക്കർ ചൊല്ലിയാൽ അവൻ ഖന്നാസാണ്. വാങ്കൊക്കെ കേൾക്കുമ്പോൾ കീവായിട്ട് ഓടുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വാങ്ക് കൊടുക്കണത് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ദിക്ർ മര്യാദയ്ക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിലും നാവിലൊക്കെ ദിക്ർ ഉണ്ടെങ്കിൽ അവിടെ ആർക്ക് പ്രവേശനമല്ല. ശൈത്താന് ഇനി ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പെരയിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എല്ലാവരും പറഞ്ഞില്ലേ? കയ്യൊന്തിക്കണോ? പറഞ്ഞാലും വേണ്ടല്ലേ? അതിൻ്റെ ഗുണം എന്താണ് പറഞ്ഞാൽ? ആട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനഹാനു ഷെയ്ത്താനു, ഷെയ്ത്താൻ്റെ വൈക്കെന്ന് മാറി നിൽക്കും. വക്കാല, എന്നിട്ട് ഷെയ്ത്താൻ പറയും കൈഫലക്ക ബി റജുലിൻ, ഇയാളെ എങ്ങനെയാണ് സ്വീപ്പാക്കാൻ പറ്റുക? ആരോടാ പറയുന്നത്? ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനോട് പറയാണ്. ഷെയ്ത്താൻ്റെ ടീമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരാളപ്പം ഒരു ഷെയ്ത്താനൊന്നുമല്ല. കത് കുഫിയ വഹുദിയ വക്കിയ, ഇയാൾക്ക് ഹിദായത്ത് കിട്ടി, ഇയാളുടെ കാര്യങ്ങളൊക്കെ നിറവേറി, ഇയാൾ കാത്തുരക്ഷിക്കപ്പെട്ടു പോയി. ഇയാളിഞ്ഞിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കാരണം ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്. ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനെ പറയുമ്പോൾ അള്ളാഹിൻ്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് ക്ലാസ്സിന്, അല്ലെ അങ്ങാടിക്ക്, മാർക്കറ്റിക്ക്, അല്ലെ പണിക്ക്, പീടിയേക്ക്, കല്യാണത്തിന് പോകണം. ഞായറാഴ്ച അല്ലേ, കല്യാണത്തിനൊക്കെ പോകല്ലെന്ന്. അപ്പോഴും പറയാം അള്ളാഹിൻ്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്ത് ഞാൻ എന്താകാണ്, പോവാണ്. ലാ ഹൗല വലാ ഖുവത, ഒരു അനക്കം പോലും അള്ളാഹിനെ കൊണ്ടല്ലാതെ ഇല്ല. ഒരു ചവിട്ടടി വെക്കാൻ എനിക്ക് കഴിയൂല. അങ്ങനെ പറയുമ്പോഴാണ് പറഞ്ഞാൽ, അതെ നമ്മളിങ്ങനെ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്തായി പറയണതും അറിയില്ല, എന്താണെന്ന് പറയാതെ അങ്ങനെ പറയണമാർക്കല്ല. ശൈത്താൻ ആ റൂട്ടിൽ നിന്ന് മാറിയാണ് നിൽക്കും.